പ്രൈസ് ലോർഡ് എന്നും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം പഠിച്ചു വരുന്ന ഭാഗം ഫസ്റ്റ് കൊരിന്ത്യൻസ് ആണ്. ഫസ്റ്റ് കൊരിന്ത്യൻസിലെ 15-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗത്തെക്കുറിച്ച് നാം പഠിക്കുവാനായിട്ടിടയായി. 15-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ്. അതിനകത്ത് റിസറക്ഷൻ എന്നുള്ള ഒരു വിഷയമാണ് പൗലോസ് ഈ 15-ാം അധ്യായത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കൊരിന്ത്യ സഭ എഴുതി പൗലോസിനോട് ചോദിച്ചത്. അതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ 15-ാം അധ്യായം ഈ ഭാഗങ്ങൾ പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്, ഇതില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രസംഗം വ്യർത്ഥം, എല്ലാം വ്യർത്ഥമാണെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ എന്തുകൊണ്ടാണ് ഈ റിസറക്ഷൻ എന്നുള്ള വിഷയം ദൈവമക്കള് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണമെന്നുള്ളത് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഈ അധ്യായം നാം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ 12-ാം വാക്യവും 19-ാം വാക്യവും ഒന്ന് വായിക്കാം. ഇതാണ് 12-ാം വാക്യമാണ് അവരോട് ചോദിക്കുന്ന ചോദ്യം. അവിടുത്തെ വിഷയം എന്താണെന്നുള്ളത് 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പം മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് ചിലർ പറയുന്നു, ചിലർ ഇത് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹം ഇന്നും ഈ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കർത്താവ് വരുമ്പോൾ ദൈവസഭ എടുക്കപ്പെടും. അതിനകത്തുള്ള ആ ഒരു വിശ്വാസം, അതിനകത്തുള്ള ആശ എത്രത്തോളം ദൈവസഭകളെ നയിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനെ ആധാരമാക്കിയാണ്, ഈ വലിയ പ്രത്യാശയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ എല്ലാം ആങ്കറായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് പലപ്പോഴും മറന്നുപോകുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ രീതികളും ഇന്നത്തെ പഠിപ്പീരുകളും ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ വാസ്തവമായും കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ കൂടെയുള്ള യുഗായുഗമായ വാസവും ഒക്കെയാണോ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ സഭയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ സഭയിൽ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്നുള്ളത് ഒന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് 19-ാമത്തെ വാക്യത്തില് ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതെ, ഈ ആയുസ്സിൽ മാത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതാണെങ്കിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നാം പോകുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ എന്താണ് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നാം ദൈവസഭയിൽ വരുമ്പോൾ നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ ആയുസ്സിലുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് തീരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ, നമ്മളെ ഇതിനകത്തൊക്കെ പ്രേരിപ്പിക്കുന്ന കാര്യം, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസ് ഒക്കെ അവർക്ക് പരീക്ഷയാകുന്ന സമയത്ത് അവര് നമ്മളോട് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും, അതൊക്കെ തെറ്റായ കാര്യമൊന്നുമല്ല, എങ്കിലും അപ്പോൾ ഇതാണോ, ഇതിനു വേണ്ടിയിട്ടാണോ നാം ദൈവത്തെ അനുഗമിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ നാം ദൈവസഭയിൽ വരുന്നത്? അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നാം പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കടം മാറാൻ വേണ്ടിയിട്ടാണോ? രോഗം മാറാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു വേണ്ടിയിട്ടാണ് നാം ദൈവത്തെ അനുഗമിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് പറയുകയാണ്, അവര് ഈ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. എത്ര ബോൾഡായിട്ടാണ് പൗലോസ് ആ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റിസറക്ഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പൗലോസ് സ്ഥാപിച്ച ഒരു കാര്യം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള പ്രൂഫ് ഇവിടെ
നിരത്തി പൗലോസ് ഇവരോട് പറയുകയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സാക്ഷികളുണ്ട്, 500-ലധികം പേര് ഇവരെ കണ്ടു, പ്രവാചകന്മാർ പ്രവചിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ അതിന് സാക്ഷികളാണ്. ഇങ്ങനെയുള്ള വലിയ പ്രൂഫൊക്കെ ആദ്യത്തെ ഭാഗങ്ങളിൽ, ആദ്യത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം രണ്ടാമത്തെ 20 മുതലുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് അതാണ്. എന്നാൽ നമുക്ക് പുനരുത്ഥാനമുണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, എന്നാൽ കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇത് ദിവസം ചിന്തിച്ചു. ആദാമും ക്രിസ്തുവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, കോൺട്രാസ്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. ഈ ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. ഇനി അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ സകല ശത്രുക്കളെയും കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. കർത്താവിന്റെ റെയിൻ, കർത്താവിന്റെ വാഴ്ച, അത് തുടർമാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രസന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഒരു ഫുൾനെസ് വരുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഓർഡറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു, കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ ഇനിയും ലോകത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പൊ ഈ ആദ്യമായിട്ട് കർത്താവ് ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവന്റെ ഉയർപ്പ് കംപ്ലീറ്റ് ആയി, ഒരു ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയി. ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടിയിട്ട് അവൻ പക്ഷപാതം ചെയ്യുന്നു. ഇനിയും ദൈവസഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരും. അപ്പൊ ഇപ്പോഴെന്താണ് പ്രസന്റ്ലി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പിതാവിന്റെ വലത്തുഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, പിശാചിനെ ജയിച്ചു. ഇനിയും അവസാനത്തെ ഒരു വാറുണ്ട്. അന്നാണ് ഈ ലോകമെല്ലാം, ഈ ഭൂമിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായി. ഇതിനെല്ലാം ഒന്നുകൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതാണ് ഇനിയും സംഭവിക്കുവാനായിട്ട് പോകുന്ന ഒരു കാര്യം. സങ്കീർത്തനം 110:1 ദാവീദ് ആ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നു. പ്രവചനത്തില് താൻ പറയുന്ന ഒരു വാക്യം, അതൊന്ന് വായിക്കാം. സങ്കീർത്തനം 110:1 വാക്യം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. അന്ന് ഈ ശത്രുക്കളെല്ലാം, ഒടുക്കത്തെ ശത്രുവായ മരണവും നീങ്ങിപ്പോകും, ശത്രുക്കളെല്ലാം പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. ഇത് ദാവീദ് പ്രവചനത്തില് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ഇനിയും അതിന്റെ 26-ാമത്തെ വാക്യം, ലാസ്റ്റ് എനിമി. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഡെത്ത് ആസ് ആൻ എനിമി. അപ്പം ഒരു ശത്രുവായിട്ടാണ് തിരുവചനത്തില് മരണത്തെ കാണുന്നത്. അപ്പൊ ഇതിനെ ഒരു ഫ്രണ്ടായിട്ടോ ഒരു നാച്ചുറൽ ട്രാൻസിഷനായിട്ടോ ഒന്നുമല്ല. ഇത് പാപം മൂലം ജനത്തിന് വന്ന ഒരു ശത്രുവാണ്. ഇതിനെ മാറ്റിക്കളയുന്നത് നാം കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനായിട്ടിടയായി. ഈ ഡെത്തിനെയാണ് ലാസ്റ്റ് എനിമിയായിട്ട് കാണുന്നത്. Christ does not merely contain death or soften its sting, it destroy it completely. അപ്പം മരണത്തെ കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് മാറ്റിക്കളയും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ അവന്റെ ആ ഒടുക്കത്തെ ആ യുദ്ധത്തില് പിശാചിനെ പാതാളത്തില് 1000 ആണ്ട് വാഴുന്ന സമയത്ത് പിശാചിനെ ചങ്ങലയിലിടും. അതിനുശേഷം 1000 ആണ്ടിന് ശേഷം പിശാചിനെ അഴിച്ചുവിട്ട് പിശാച് ഇവിടെ വന്ന് ഒരു സമൂഹത്തെ, ഒരു നേഷൻസിനെയൊക്കെ ഇളക്കി വിട്ട് അവസാനത്തെ യുദ്ധം, ആ യുദ്ധത്തിന് ശേഷം ഈ ശത്രുവിനെ കംപ്ലീറ്റ് ആയിട്ട് നീക്കിക്കളയും. അതിനുശേഷം യുഗായുഗം
കർത്താവിനോടുകൂടെ ദൈവസഭ വിശുദ്ധന്മാർ വാഴുന്ന ഒരു ഭാഗത്തെയാണ് ഇവിടെ കാണുന്നത്. ലാസ്റ്റ് എനിമി വിൽ ബി ഡിസ്ട്രോയിഡ്. 27-ാമത്തെ വാക്യം നാം നേരത്തെ ചിന്തിച്ചതുപോലെ സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. സങ്കീർത്തനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് അത് പിന്നെയും അഫയം ചെയ്യുന്നു. ഒന്ന് വായിക്കാം. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. അത് പുതിയ നിയമത്തിലെ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, പഴയ നിയമത്തിലും കർത്താവിന്റെ ആ ടോട്ടൽ അവന്റെ സോവറിൻ പവറിനെ കുറിച്ച് പഴയ നിയമത്തിലും വിവരിച്ചിരിക്കുന്നു. എല്ലാം അവന്റെ കാൽ കീഴിലായിരിക്കുന്നു. ഓൾ തിങ്സ് അണ്ടർ ഹിസ് ഫീറ്റ്. ഇനി 28-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് now all things are made subjected to him, then the Son himself will also subjected to him. He put all things under him, that God may be all in all. കർത്താവ് ദൈവത്തിന്റെ ആ ഭൂമിയിൽ വന്ന പർപ്പസ് കർത്താവ് ഫുൾഫിൽ ചെയ്തു. ഇനി രണ്ടാമത് കർത്താവിന്റെ ഒരു മിഷനാണ് ഈ ഭൂമിയെയും സ്വർഗത്തെ എല്ലാം ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇതിന്റെ കേടുകളെ ശത്രുവിനെ നീക്കം ചെയ്ത് ഇതിനകത്ത് ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? പിതാവിന്റെ സന്നിധിയിലേക്ക് എല്ലാം മടക്കി നൽകിയാണ്. അവിടെയാണ് ആ റിഡംഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ആകുന്നത്. അപ്പോൾ അതിനുശേഷം ഗോഡ് ഓൾ ഇൻ ഓൾ, ദ ഫൈനൽ ഗ്ലോറി ഓഫ് ഹിസ്റ്ററി ഈസ് ദ ഗോഡ്സ് പ്രസൻസ് ആൻഡ് ഗ്ലോറി വിൽ ഫിൽ എവ്രിതിങ്. അപ്പൊ ദൈവത്തിന്റെ ആ പിതാവിന്റെ ആ പ്രസൻസ്, പിതാവിന്റെ ആ മഹത്വം സകലത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ദ ഫൈനൽ റിഡംപ്റ്റീവ് മിഷൻ, അല്ലെങ്കിൽ ഫൈനൽ റിഡംഷൻ കംപ്ലീറ്റ് ആകുന്നത് അത് കംപ്ലീറ്റ് ആകുമ്പോഴാണ്. അപ്പൊ ആ ഒരു പാത്തിലാണ് നാം എല്ലാം ആയിരിക്കുന്നത്. ഇന്ന് കർത്താവിനെ ഇന്ന് ഭൂമിയിൽ നാം ദൈവസഭ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ആ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നു. കർത്താവിന്റെ വരവ് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നാം ഇന്ന് കേൾക്കുന്നത്. ഏറ്റവും അവസാനം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെല്ലാം ഒന്ന് റീഓർഡർ ആക്കി പിശാചിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് അവനെ പാതാളത്തിൽ തള്ളിയിട്ടതിന് ശേഷം ഇവിടെ പിന്നെ ശത്രുവിന്റെ സകല പദ്ധതികളും പൊളിച്ചു കളഞ്ഞ് സകലത്തിനെ റീഓർഡർ ആക്കി പിതാവിന്റെ സന്നിധിയിൽ സകലത്തിലും ഈസ് ഗോഡ് ഓൾ ഇൻ ഓൾ. ആ ഒരു വലിയ ഒരു കാര്യം, ആ ഒരു വലിയ സംഭവം, അതിനു വേണ്ടിയിട്ടാണ് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ഇനി 29-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇതെല്ലാം നാം പറഞ്ഞത് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 29-ാമത്തെ വാക്യം ഇതൊരു അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു വേഴ്സാണ്. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഇതിന്റെ പല ഡിബേറ്റ്സുകളുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഡിബേറ്റഡ് വേർഡ്സ് ആണ് ന്യൂ ടെസ്റ്റ്മെന്റില്. പല വേർഷൻസ് നാം വായിച്ചു നോക്കുമ്പോൾ, ഇതിന്റെ പല കമന്ററീസും ഒക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമാണ്. ഒന്നുകിൽ മരിച്ചവരുടെ ബോഡി വാഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് അവരെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്നാനമേൽക്കാത്ത മരിച്ചവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ സ്നാനമേൽക്കുന്ന ഒരു കസ്റ്റം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഈ കസ്റ്റത്തിനെ ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല, അഫോം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. അന്ന് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കസ്റ്റം ഉള്ളപ്പോൾ നിങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്തു വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്?
അപ്പം ഒരു കാര്യം കൂടെ അവരെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഈ കസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ പലരും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതോ അല്ലെങ്കിൽ അതിനുശേഷം ദൈവജനം ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല. അതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Hope beyond grave. Baptism would be meaningless if dead are not raised. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പൗലോസ് പറയുന്നത്. നേരത്തെ ഇവർക്ക് ആദ്യ ഭാഗങ്ങളില് തിരുവെഴുത്തുകളിൽ നിന്ന് അവരോട് സംസാരിക്കുവാനായിട്ട്, ഇതിന്റെ തിയോളജിയെ കുറിച്ച് സംസാരിക്കുവാനായിട്ടിടയായി. പഴയ നിയമത്തിൽ നിന്ന് അവരെ ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും അതിനുശേഷം നാം ഓരോരുത്തരും കർത്താവിനൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുവാനായിട്ടിടയായി. അതിനുശേഷം അവരുടെ കസ്റ്റത്തിനെ ചോദ്യം ചെയ്തിട്ട്, ഇങ്ങനെയുള്ള ഒരു കസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. അതിനെ വെച്ചിട്ട് പൗലോസ് അവരെ കൺവിൻസ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റിനെ പൗലോസ് സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാത്തിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 30-ാമത്തെ വാക്യം. ഇവിടെയാണ് അല്പം എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നത്, ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഈ ഞങ്ങളുടെ ഈ കഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ ആരും മണ്ടന്മാരല്ല. ഓരോ മണിക്കൂറുകളിലും ഞങ്ങള് ഈ സുവിശേഷ നിമിത്തം, ദൈവത്തിന്റെ വചന നിമിത്തം ഞങ്ങൾ പ്രാണഭയത്തിലാകുന്നു, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ലൈഫ് ഇങ്ങനെ നയിക്കുന്നതിന്റെ കാരണം ഞങ്ങൾക്കൊരു ഉയർപ്പുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയിലാണ്. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് തന്നെ പറയാണ്, നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട. ഞാൻ ഈ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങള് പഴയ നിയമം ഒന്നും നോക്കണ്ട. എൻ്റെ ജീവിതം, ഞാൻ ഇത്രയും എൻ്റെ ലൈഫ് കഷ്ടത്തിലാക്കിയത്, അല്ലെങ്കിൽ ഇത്രയും എൻ്റെ ലൈഫിൽ നഷ്ടങ്ങൾ സംഭവിച്ചതിൻ്റെ എല്ലാം കാരണം എനിക്കൊരു റിസറക്ഷൻ ഉണ്ട് എന്നുള്ള ആ ഒരു പ്രത്യാശയിലാണ് ഞാൻ ഇത് ചെയ്തത്. അതാണ് Paul asked that simple question to them. Why would he and his fellow disciples continually risk their life if there is no resurrection? Hallelujah. ഇപ്പൊ പൗലോസിന്റെ കഷ്ടങ്ങളെ കുറിച്ച് 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 23 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം. ഈ സുവിശേഷ നിമിത്തം അനുഭവിച്ച കഷ്ടങ്ങൾ ആ ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ അധ്യായത്തിന്റെ 23 മുതൽ 33 വരെയുള്ള വാക്യം. ക്രിസ്തുവിൻ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേർ കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ കഴിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഭോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു. ദമസ്കോസിലെ അരേദ രാജാവിൻ്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്ക പട്ടണത്തെ കാവൽ വച്ച് കാത്തു. എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം വിവരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, ഓരോ മണിക്കൂറിലും
why do we stand every hour in suffering? ഓരോ മണിക്കൂറിലും എനിക്ക് കഷ്ടമാണ്. ഞാനിത് ചിന്തിച്ചു നോക്കിയപ്പോൾ, വായിച്ചു നോക്കിയപ്പോൾ, സുവിശേഷം പറയുന്ന അതിനു വേണ്ടിയിട്ട് വാസ്തവമായും അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കഷ്ടമുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള കഷ്ടങ്ങളുണ്ട്. ചെറുതായിരിക്കാം, വലുതായിരിക്കാം. പക്ഷെ നമുക്കൊക്കെ ചിലപ്പം കഷ്ടങ്ങൾ വരുന്നത് 6 മാസത്തിലൊന്നും 3 മാസത്തിലൊന്നും അല്ലെങ്കിൽ മാസത്തിലൊന്നും ഒക്കെ ആയിരിക്കും. പൗലോസ് പറയുന്നത് എൻ്റെ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മണിക്കൂറിലും കഷ്ടമോ, എല്ലാ മണിക്കൂറിലും ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. എല്ലാ മണിക്കൂറിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് കഷ്ടമാണ്. അപ്പൊ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ റിസറക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടമൊക്കെ സഹിച്ച് നിൽക്കുമോ? ഇത് ഈ ചോദിച്ചപ്പോഴും ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ഈ റിസറക്ഷനെ പ്രതിയാണോ ഈ കഷ്ടമൊക്കെ സഹിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, പലപ്പോഴും നമുക്ക് ഈ കഷ്ടം എന്ന് പറയുന്നതേ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ കഷ്ടം സഹിക്കുന്നതേ വളരെ കുറവാണ്. എന്നാൽ എന്തെങ്കിലും സഹിച്ചാലും ഈ റിസറക്ഷൻ ആണോ നമ്മളെ ഈ കഷ്ടം സഹിക്കുവാനായിട്ട് ബലപ്പെടുത്തുന്നത്? ഹല്ലേലൂയ. ഞാൻ ആ ചോദിച്ച ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ധ്യാനിക്കേണ്ട ഒരു വാക്യമാണെന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ പോകുമ്പോൾ ഓരോ കാര്യത്തിനും പല വിഷയത്തിലൂടെ, പല കഷ്ടങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ, പ്രയാസത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ആരോടും പറയത്തില്ലെങ്കിലും നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ കുറുകുറുക്കാറുണ്ട്. ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സമയമില്ലാത്തത്, ഉറക്കവളപ്പ്, ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്തെങ്കിലും വരുന്ന ഒരു ചിന്തയാണ്. പൗലോസ് പറയാണ്, ഇതെല്ലാം എനിക്കുണ്ട്. പക്ഷെ ആ ഉയർത്തെഴുന്നേൽപ്പ്, ആ റിസറക്ഷൻ ഓർക്കുമ്പോൾ എനിക്കിതൊന്നും ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് ഈ റിസറക്ഷനെ കുറിച്ചുള്ള ഒരു ബോധ്യം എന്നെ ഇതിനകത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് മാറ്റും. എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ന് സഭകളിൽ നമ്മളെ കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഫാക്ടറി ഇതായി മാറണം. എവിടെയൊക്കെയോ നമ്മൾ അനുഗ്രഹങ്ങൾക്ക് പുറകെ പോവുകയും, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരു ആങ്കറിങ് പോയിന്റ് ആയിട്ട്, കർത്താവിനെ ഫോളോ ചെയ്യാനുള്ള ഒരു റീസൺ ആയി അത് മാറുവാണെങ്കിൽ, നമ്മൾ പൗലോസ് പറഞ്ഞതുപോലെ നമ്മളെപ്പോലെ അരിഷ്ടനുള്ള മറ്റാരുമില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ റിസറക്ഷനെ കുറിച്ചുള്ള ബോധ്യം ഒരു മനുഷ്യനെ ഇത്രത്തോളം മാറ്റുമെന്നുള്ളത് ഈ വചനത്തിൽ വലിയൊരു പ്രൂഫാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ റിസറക്ഷനെ കുറിച്ചുള്ള ആ ഒരു അറിവും ആഗ്രഹവും നമ്മുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ കയറുന്നോ അത്രയും ആഴത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാകും. 31-ാമത്തെ വാക്യം പറയാണ്, ഐ ഡൈ ഡെയിലി, ഐ അഫേം by boasting in you, which I have in Christ Jesus our Lord, I die daily. Hallelujah. അതെന്റെ ലൈഫിനെ മാറ്റുന്ന ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കർത്താവിനെ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? ടേക്ക് അപ്പ് ദ ക്രോസ് ഡെയിലി. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ഓരോ ദിവസവും വരികയാണ്. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ സഫറിങ് ഉണ്ട്. ഒന്ന് മാറി. പൗലോസിന്റെ ഇങ്ങനെ ഓടിച്ച് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ തൻ്റെ സഫറിങ്ങിനെ കുറിച്ച്. അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല. നമ്മളാണ് ലേഖനം എഴുതുമായിരുന്നെങ്കിൽ അതിന് തന്നെ ഒരു ലേഖനം എഴുതിയേനെ, ഈ സഫറിങ്ങിനെ കുറിച്ച് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ച് എഴുതിയേനെ. പക്ഷെ ഈ റിസറക്ഷന്റെ കാര്യവും ഈ കാര്യമൊക്കെ എഴുതുമ്പോൾ ഇതൊന്നും പൗലോസിന് പറയാനില്ല. അതൊക്കെ ഇങ്ങനെ ഓടിച്ച് ടച്ച് ചെയ്തങ്ങ് പോയിട്ടേ ഉള്ളൂ. എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായ ഒരു വാക്യമാണത്.
32-ാമത്തെ വാക്യം പിന്നെയും എഴുതിയിരിക്കുകയാണ്. ഏതാ 32-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്തു പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഓ പ്രൈസ് ഗോഡ്. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു. ഈ മൃഗയുദ്ധത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ചിന്തിക്കുവാനായിട്ടിടയായി. എഫെസോസ് വളരെ തിരക്കേറിയ പട്ടണമാണ്. അപ്പൊ അവിടെയുള്ള ഈ ആൾക്കാരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവിടെ തിയേറ്റേഴ്സ് ഉണ്ട്. ആ തിയേറ്റേഴ്സ് ഇതുപോലെ കാണും അതിൻ്റെ ഒരു പിക്ചർ. തിയേറ്റേഴ്സിലെ ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവിടെ പല കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിക്കും. അപ്പൊ ഇങ്ങനെ അതിനകത്തുള്ള ഒരു കലാപരിപാടിയാണ് ഈ ജയിലിലായിരിക്കുന്ന കുറ്റവാളികളെ കൊണ്ടുവന്ന് ഇതിന്റെ ഇങ്ങനെ ചുറ്റുമുള്ള ഇതിന്റെ നടുക്ക് കൊണ്ടിടും. എന്നിട്ട് അവിടെയുള്ള ക്രൂരമായ മൃഗങ്ങളെ ഇറക്കി വിടും. ആ മൃഗങ്ങളുമായിട്ട് ഈ കുറ്റവാളികൾ യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്തിട്ട് അവര് പരാജയപ്പെട്ടാൽ മൃഗം അവരെ കടിച്ചു തിന്നും. ഇത് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അന്ന് ഇന്നത്തെ കൂട്ടുള്ള നമ്മുടെ ഇവിടുത്തെ കൂട്ടുള്ള മൂവി തിയേറ്റർ ഒന്നും അല്ല. അന്ന് ആൾക്കാർ വന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ അന്നുള്ള വളരെ മൃഗീയമായിട്ടുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കലാപരിപാടിയായിരുന്നു മൃഗയുദ്ധം. അതിനു വേണ്ടിയിട്ട് അന്ന് പിടിക്കപ്പെട്ടിട്ടുള്ള സുവിശേഷ നിമിത്തം പിടിക്കപ്പെട്ടിട്ടുള്ള അപ്പോസ്തലന്മാരെയൊക്കെ ആ മൃഗയുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവർ ഇട്ടു. അത് കണ്ട് ഒരു വലിയ കൂട്ടം ഇരുന്ന് രസിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം. അതാണ് പൗലോസ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ എഫെസോസിൽ നിന്നപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ മൃഗയുദ്ധം ചെയ്തു. അതൊരു ലിറ്ററലി ആണോ എന്ന് അറിയത്തില്ല. എന്നാലും താനവിടെ പറഞ്ഞിരിക്കും, ഇങ്ങനെ ചെയ്തത് എന്തിന്? ഇപ്പൊ കർത്താവ് നമുക്കൊരു ഉയർപ്പില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാര്യം ഞാനൊരു കപ്പൽ മുതലാളിയായിരുന്നു, വളരെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു. അന്ന് ആ കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ PhDയും എഡ്യൂക്കേഷൻസും ടൈറ്റിൽസും ഒക്കെ എൻ്റെ പേരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ കോൺസെപ്റ്റിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്ന് നാം മരിച്ച് ഈ ലോകത്തില് 70 വർഷം അല്ലെങ്കിൽ 80 വർഷം ജീവിച്ചത് കൊണ്ട് കിട്ടുന്ന അനുഗ്രഹം മാത്രമേ കർത്താവിനെ അനുഗമിച്ചാൽ ഉള്ളൂ. എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കർത്താവിനെ അനുഗമിക്കാതെ തന്നെ എനിക്ക് ആവശ്യത്തിലധികമായിട്ടുള്ള സമ്പത്തും എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. എന്താണ് ഈ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ഈ കഷ്ടങ്ങളെല്ലാം എന്നെ ബലപ്പെടുത്തിയത്, പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാല്, കർത്താവിന്റെ കൂടെ യുഗായുഗം വാഴുവാനുള്ള വലിയ ഒരു ക്വാളിറ്റി, ഒരു പ്രോമിസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെല്ലാം മരിച്ചാലും, നീ ഈ ലോകം ഈ ദേഹം ക്ഷയിച്ചു പോയാലും, ഇത് വന്നാലും കർത്താവിന്റെ വരവിങ്കൽ നാം എല്ലാം കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അവനോടുകൂടെ യുഗായുഗം മണവാട്ടിയായ സഭ വാഴും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇത് ഓരോ ദിവസവും നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ ദിവസവും ദൈവസഭയിൽ ഇത് കേൾക്കണം. വിടുതലിന്റെ സാക്ഷ്യങ്ങളെക്കാൾ കൂടുതൽ നാം കേൾക്കേണ്ട ഒരു കാര്യം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ, കർത്താവിന്റെ വരവിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആ വലിയ മാറ്റവും. ഹല്ലേലൂയ. അപ്പൊ അത് ട്രയൽ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഇടയാകും. നമ്മുടെ രീതികൾ മാറാനായിട്ട് ഇടയാകും. നമ്മുടെ റിയാക്ഷൻസ് മാറാനായിട്ട് ഇടയാകും. എന്തുകൊണ്ടാണ് ദൈവസഭകൾ ഇന്ന് പലപ്പോഴും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് പുറകോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്? വൈ ആർ വി ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്? എന്താണ് ഇതിനൊക്കെ? എന്തിനു വേണ്ടിയിട്ട് നാം സ്നാനപ്പെടുന്നു? എന്തിനു വേണ്ടിയിട്ട് നാം രക്ഷിക്കപ്പെടുന്നു? എന്തിനു വേണ്ടിയിട്ട് നാം ദൈവസഭയിൽ പോകുന്നു? എന്തിനു വേണ്ടിയിട്ട് നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നു? എന്താണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ? ഹല്ലേലൂയ.
അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് denying the resurrection does not merely change the theology, it reshapes the ethics, hope and meaning of suffering. ഇതൊരു തിയോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം മാത്രമല്ല, ഇത് നമ്മുടെ എത്തിക്സ് മാറ്റുവാനായിട്ടിടയാകും. നമ്മുടെ ഹോപ്പ് അത് കംപ്ലീറ്റ്ലി മാറിയിടയാകും. നമ്മുടെ സഫറിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് മാറുവാനായിട്ടിടയാകും. നമ്മുടെ ടോളറൻസ് നമുക്ക് മാറുവാനായിട്ട്, മറ്റുള്ളവരോടുള്ള സ്നേഹം അതെല്ലാം ഇടയാകും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഉയർപ്പിനെ കുറിച്ചൊരു പ്രത്യാശ ഇല്ലെങ്കിൽ പിന്നെ എല്ലാം പോക്കാം. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പഠിപ്പിക്കാമെന്നല്ലാതെ ഇന്ന് പലപ്പോഴും ഇന്ന് നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സും നമുക്ക് ഒരുപാട് ടെക്നോളജീസും അഡ്വാൻസ്മെന്റും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം, ക്വാളിറ്റി എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. അന്ന് നമുക്കില്ലാത്ത സ്നേഹം, പ്രത്യാശ, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നുണ്ട്, അത് കുറഞ്ഞു പോയി, ഇത് കുറഞ്ഞു പോയി, അത് കൂട്ടണം, ഇത് കൂട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഉയർപ്പിനെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ലെങ്കിൽ ഇതൊന്നും കൂടത്തില്ല. അതാ പൗലോസ് പറയുന്നത്, ഇത്രയും കഷ്ടങ്ങളിലൂടെ ഒക്കെ പോയപ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്ന വലിയൊരു പ്രത്യാശ, കർത്താവിന്റെ കൂടെ യുഗായുഗം വാഴാമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ്. നമ്മൾ പറയുന്നത് പലപ്പോഴും പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മാറാതിരിക്കാം. പക്ഷെ അതൊന്നും അല്ല കർത്താവ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. കർത്താവ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് കർത്താവിൻ്റെ കൂടെ ആ വാഴ്ചയും കർത്താവിൻ്റെ കൂടെയുള്ള ആ ഒരു ഉയർപ്പും ഒക്കെയാണ് ഈ ദിവസങ്ങളിൽ നമ്മളെ നയിക്കുവാനായിട്ട് ഇടയാകേണ്ടത്. മറ്റൊരു കോൺസെപ്റ്റ് പൗലോസ് ഇവിടെ പറയുന്നത് ഹേഡനിസം. ഐസയ ചാപ്റ്റർ 22 വേഴ്സ് 13 ഒന്ന് വായിക്കാം. ആനന്ദവും സന്തോഷവും കാളെ അറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. അപ്പം ഇവിടുത്തെ പൗലോസ് പറയുകയാണ്, ഒരു സൈഡില് മൃഗയുദ്ധം, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗം, അടി, നിന്ന, റിജക്ഷൻ, ഒറ്റപ്പെടല് എല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ രണ്ടാമത്തെ മറ്റൊരു ഫിലോസഫി ഇവിടെ കൊണ്ടുവരികയാണ്. എന്താണ്? തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. കേൾക്കുമ്പോൾ നല്ല രസമുള്ളൊരു കാര്യമല്ലേ? എന്തിനാണ് ഈ ടെൻഷൻ? എന്തിനാണ് ഈ പ്രശ്നം? നമുക്കിഷ്ടം പോലെ സന്തോഷത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. നമ്മളെല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ള ആൾക്കാരാണ്, ശരിയാണ്. നമ്മൾ അനുഗ്രഹത്തോടുകൂടെ ജീവിക്കുക, നമ്മൾ എൻജോയ് ചെയ്യുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, പുതിയ നിയമത്തിൽ അങ്ങനെയുണ്ടോ? ആ പുതിയ നിയമത്തിലെ പൗലോസ് പറയുന്നത് കൊരിന്ത്യ സഭയോട് പറയുകയാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വിചാരിച്ചു, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കണം, നമുക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഹല്ലേലൂയ. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇന്നും പലപ്പോഴും നമുക്കും ആ ഒരു ചിന്തകൾ എവിടൊക്കെയോ കടന്നു വന്നിട്ടില്ലേ നമ്മുടെ സഭകളിൽ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്, അപ്പൊ നമ്മൾ വിശ്വസിക്കുക, അപ്പൊ നമുക്കത് ലഭിക്കും, അങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകൾ. നിങ്ങളെല്ലാവരും കഷ്ടം സഹിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും കർത്താവ് നിങ്ങളെ എങ്ങനെ നയിക്കുന്നു, കർത്താവ് നിങ്ങളെ ഏതിനു വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഷ്ടതയായാലും പ്രയാസമാണെങ്കിലും ഒക്കെ നമ്മളെ നയിക്കേണ്ട ഒരു കാര്യം. ഇതിനെല്ലാം പ്രതിഫലം, റിവാർഡ് നമുക്കൊരു പക്ഷേ ലോകത്തിലല്ല ലഭിക്കുന്നത്, അത് കർത്താവിൻ്റെ വരവെങ്കിലാണ്. അങ്ങനെയുള്ള വലിയൊരു റിവാർഡ് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്കുണ്ട്. ഈ ലോകത്ത് എല്ലാവരും സക്സസ്ഫുൾ ആകണമെന്നോ അല്ലെങ്കിൽ മാനുഷികമായ ലോകപ്രകാരം സക്സസ്ഫുൾ ആകണമെന്നൊന്നുമില്ല. പക്ഷേ ദൈവസന്നിധിയിൽ കർത്താവിൽ മരിച്ചവരൊക്കെ സക്സസ്ഫുൾ ആണ്. അവരെ സംബന്ധിച്ച് ഗ്യാരണ്ടീഡാണ്. അവരുടെ കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രോമിസുകളെല്ലാം അത് ഫുൾഫില്ല് ചെയ്യപ്പെടും. ഇതൊരു വലിയ
ഒരു കോൺസെപ്റ്റാണ്, നമ്മുടെ ഡോക്ട്രിൻസ് ആണ്. അടുത്ത 33ാമത്തെ വാക്യം, ഈവിൾ കമ്പനി കറപ്റ്റ്സ്, ഡോണ്ട് ബി ഡിസീവ്ഡ്, ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. ഒരു മെനാൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പോയറ്റിന്റെ ഒരു പോയട്രിയാണ് പൗലോസ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ അല്പം വ്യത്യസ്തമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഡോണ്ട് ബി ഡിസീവ്ഡ്, ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പലതരത്തിലുള്ള പഠിപ്പീരുകൾ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ഫിലോസഫീസ് കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബാഡ് കമ്പനീസ്, ബാഡ് ഇൻഫ്ലുവൻസസ്, അത് കറപ്റ്റ് ചെയ്യാൻ നമ്മുടെ മോറൽസിനെ, നമ്മുടെ പ്രത്യാശയെ, നമുക്ക് കർത്താവിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാത്തിനും കറപ്റ്റ് ചെയ്യുവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വാക്യം പൗലോസ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. 34ാമത്തെ വാക്യം ഇവിടെ വായിച്ചിട്ട് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. ഇവിടെ പറയുന്നു, ഇവരെല്ലാം സഭയിൽ വരുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, പൗലോസ് ഇവിടെ അവരെ ഒന്ന് ഉണർത്തുകയാണ്. എന്നിട്ട് പറയുന്നത്, ഡു നോട്ട് സിൻ, ഫോർ സം ഡു നോട്ട് ഹാവ് ദ നോളജ് ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ച് അറിവില്ല, ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്നും എന്താണ് തിരുവചനം എന്നുള്ളതും ഒന്നും അറിയാത്ത ഒരു ഭാഗം. ഞാൻ പറഞ്ഞത് ദൈവവചനം കാണാൻ പഠിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല, തിയോളജിയെ കുറിച്ചും അല്ല പറയുന്നത്. കർത്താവിനെ അറിയുക, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനെ അറിയുക, തിരുവചനം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരുവചന ധ്യാനം കർത്താവിനെ അറിയുവാൻ, അവൻ്റെ ഹൃദയം അറിയുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ പറയുന്നു, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് പറയും. ഇപ്പൊ ലജ്ജയ്ക്കായിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ ഇവര് ഈ കൂട്ടത്തിലുണ്ട്, ഇവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപക്ഷെ കൃപാവരങ്ങൾ ഉണ്ടായിരിക്കാം, അത് പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കാം. ഇതൊക്കെ ആണെങ്കിലും ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നവർ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവരാണെന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പരിജ്ഞാനം ഉണ്ടായെങ്കിൽ ഈ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു പോളിസി അവരെ ഗൈഡ് ചെയ്യുവാനായിട്ട് ഇടയാകത്തില്ല. ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവർ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാനായിട്ട് ഇടയാകും. അത് അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പോയിന്റ്. ഇതൊരു നോളജിന് വേണ്ടിയിട്ടല്ല റിസറക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് പൗലോസ് ഇവിടെ ഈ ജനത്തെ പഠിപ്പിക്കുന്നത്. കാര്യം അത് നിങ്ങളുടെ അകത്ത് കയറുമ്പോൾ നിങ്ങളുടെ സകല മേഖലകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് ഇടയാകും. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് മാറുവാനായിട്ട് ഇടയാകും, നിങ്ങളുടെ റിയാക്ഷൻസ് മാറുവാനായിട്ട് ഇടയാകും, ദ വേ യു ആക്ട് എല്ലാം മാറുവാനായിട്ട് ഇടയാകും. അപ്പൊ ഈ ദൈവത്തെക്കുറിച്ച് കർത്താവിന്റെ ആ വരങ്ങൾ എടുക്കപ്പെടുന്നത് അത് നമ്മുടെ ഒരു സ്വപ്നമായിട്ട് മാറട്ടെ. ഓരോ ദിവസവും നമ്മുടെ അകത്ത് ഹൃദയത്തിന്റെ ഒരു സ്വപ്നമായി വാഞ്ചയായിട്ട് മാറട്ടെ. അതിനകത്ത് നമുക്ക് ഉറയ്ക്കുവാനായിട്ട് ഇടയാകട്ടെ. ഇതിനകത്ത് പലർക്കും സംശയങ്ങളെല്ലാം മാറിയിട്ട് നമ്മുടെ അകത്ത് വളരെ ബോൾഡായിട്ട് അതിനെ വിശ്വസിക്കുവാൻ ആ ഒരു വലിയ പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ചെയ്യുവാനായിട്ട് ഇടയാകും, കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുവാനായിട്ട് ഇടയാകും. അതാണ് പൗലോസും പറയുന്നത്, നിങ്ങൾ മറ്റാരെയും നോക്കണ്ട, തിയോളജി നോക്കണ്ട, ഒന്നും നോക്കണ്ട, എൻ്റെ ജീവിതം നോക്കുക. ഞാൻ ഈ കടകൾ, ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നത് മറ്റൊന്നും വേണ്ടിയിട്ടല്ല, അവൻ്റെ വരവിങ്കൽ ആ പ്രത്യാശ അതാണ് എന്നെ നയിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.